ഹായ്, ഇന്ന് നമ്മളുടെ 13ാമത്തെ എപ്പിസോഡാണ് 189 ഡേയ്സിൻ്റെ ചലഞ്ചസിൽ അല്ലേ. ഇന്ന് നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്താൻ വേണ്ടി പോകാം. നമ്മളിപ്പോൾ ഗോളൊക്കെ സെറ്റ് ചെയ്തു, ക്ലാരിറ്റിയൊക്കെ വരുത്തി, എല്ലാം റെഡിയാ അല്ലേ? ആണോ? എല്ലാ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തോ? നിങ്ങളതിനെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് വേറെ നിങ്ങളുടെ പാരൻസ് വിചാരിച്ച് നടക്കില്ല, ടീച്ചേഴ്സ് വിചാരിച്ച് നടക്കില്ല, നിങ്ങൾ മാത്രം വിചാരിക്കണം. അപ്പം നിങ്ങളുടെ ഗോളിൻ്റെ ക്ലാരിറ്റി വന്നോ? റെഡിയാണോ? ഓക്കെ, എന്നാൽ ഈ ഗോളുമായിട്ട് നമുക്കൊരു പ്രസൻറ്റിലുള്ള ഒരു ചെക്കിങ് നടത്തി നോക്കാം. നോർമലി ആളുകൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്കറിയാം, ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു പേഴ്സണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. വി വാണ്ട് ടു ബിക്കം ദാറ്റ് പേഴ്സൺ അല്ലേ? നമ്മൾ ആ പേഴ്സണായിട്ട് മാറാൻ വേണ്ടി നമ്മൾ സ്വപ്നം കാണും അല്ലേ? നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോടാ മക്കളെ? അങ്ങനെ ഒരു വ്യക്തിയായി മാറുമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചവർ മാത്രം കണ്ണടച്ചിട്ടൊന്ന് ഓർത്ത് നോക്കുക. വേറെ അമ്മായി, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ഗോളിലേക്ക് എത്രമാത്രം ദൂരം നടന്ന് കയറണം? അങ്ങനെ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. കറണ്ട് റിയാലിറ്റി നിങ്ങളുടേത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ അവിടെ ഗോളും നമ്മളും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, where am I right now? എൻ്റെ സ്വപ്നം, എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്താൻ ഞാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയോ? അതോ പഴയ പാറ്റേണുമായിട്ട് ഞാൻ നിൽക്കുവാണോ? നിങ്ങളത് ചെക്ക് ചെയ്യുക. എൻ്റെ ഗോളിന് അഗെയിൻസ്റ്റ് ഞാൻ എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. എടുക്കുന്നുണ്ടോ? ആ ഗോളും ഞാനുമായിട്ടുള്ള ഡിസ്റ്റൻസ് അടുത്തടുത്ത് വരുവാണോ, അതോ ആ ഗ്യാപ്പ് അങ്ങനെ നിൽക്കുവാണോ? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാവുന്ന കാര്യമായിട്ട് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇനി ഇമ്മീഡിയറ്റ്ലി ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം. ബൈ.